വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെയാണ് തിരുസഭ വേദപാരംഗതരുടെ ഗണത്തിലേക്ക് ചേർക്കുന്നത്. അതുവഴി വിശുദ്ധ ന്യൂമാൻ കത്തോലിക്ക തിരുസഭയിലെ 38ാമത്തെ വേദപാരംഗതനായിരിക്കും. 1801 ഫെബ്രുവരി 21 ലണ്ടൻ നഗരത്തിലായിരുന്നു ജോൺ ഹെൻറി ന്യൂമാന്റെ ജനനം. 25ാം വയസ്സിൽ ദൈവത്തെ ഒരു വ്യക്തിയായി കണ്ടെത്തിയെന്നാണ് ന്യൂമാന്റെ സാക്ഷ്യം. 2 വർഷത്തിനു ശേഷം ആംഗ്ലിക്കൻ സഭയിൽ പുരോഹിതനായി, പിന്നീട് പ്രസിദ്ധമായ ഓക്സ്ഫഡ് സർവകലാശാലയിൽ പഠിപ്പിച്ചു. 1833 ആദ്യ റോമാ സന്ദർശനത്തിനിടയിൽ അതിനുള്ള ഉത്തരവും ന്യൂമാന് ലഭിച്ചു. ഓക്സ്ഫഡിൽ തിരിച്ചെത്തിയ ന്യൂമാൻ ദൈവശാസ്ത്രജ്ഞരുടെ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഓക്സ്ഫഡ് മൂവ്മെന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആംഗ്ലിക്കൻ സഭയെയും യഥാർത്ഥ പാരമ്പര്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ഈ പ്രസ്ഥാനം ശ്രമിച്ചു. 44ാമത്തെ വയസ്സിൽ ന്യൂമാൻ കത്തോലിക്ക സഭയിൽ ചേർന്നു. റോമിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ഹെൻറി ന്യൂമാൻ 1847 കത്തോലിക്ക വൈദികനായി അഭിഷിക്തനായി. അയർലൻഡിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ഹെൻറി ന്യൂമാനാണ്. ഇംഗ്ലീഷിലേക്കുള്ള ബൈബിളിന്റെ പുതിയ വിവർത്തനത്തിന് ഇദ്ദേഹം നേതൃത്വം വഹിച്ചു. 1879 ലിയോ 13 പാപ്പ ന്യൂമാനെ കർദിനാളായി ഉയർത്തി. 1890 ഓഗസ്റ്റ് മാസം 11 തീയതി ബർമിംഗ്ഹാമിലെ ഓറട്ടറിയിൽ ജോൺ ഹെൻറി ന്യൂമാൻ മരണമടഞ്ഞു. കർദിനാൾ ന്യൂമാന്റെ മധ്യസ്ഥയാൽ നടന്ന ആദ്യത്തെ അത്ഭുതമായ ഡീക്കൻ സള്ളിവന്റെ രോഗശാന്തി വത്തിക്കാൻ അംഗീകരിച്ചതിനെ തുടർന്ന് 2010 ബെനഡിക്ട് 16 പാപ്പ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഇദ്ദേഹത്തെ ഉയർത്തി. 2019 ഒക്ടോബർ 13 ഫ്രാൻസിസ് പാപ്പയാണ് മലയാളിയായ മറിയം ത്രേസ്യ മാർഗരീത്ത ബേക്സ്, ജുസപ്പീന വനീനി, ദുളച്ചെ ലോപ്പസ് എന്നിവർക്കൊപ്പം കർദിനാൾ ന്യൂമാനെ വിശുദ്ധനായി ഉയർത്തിയത്.